ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യനാരായണൻ. ഇന്ന് ലളിതാ സഹസ്രനാമത്തിൻ്റെ 6ഉം 7ഉം നാമങ്ങളാണ് പറയുവാൻ പോകുന്നത്. 5 നാമങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി കൊടുത്തു കഴിഞ്ഞു. മെയ് മാസം 15ഉം മെയ് മാസം 31-ാം തീയതികളിലായി. ഇന്ന് 6ഉം 7ഉം നാമങ്ങൾ. ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത. ഉദ്യദ്ഭാനു സഹസ്രാഭ, അതിൻ്റെ അർത്ഥം ഉദിച്ചുയരുന്ന 1000 സൂര്യന്മാരുടെ കാന്തിയുള്ള ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. ചതുർബാഹു സമന്വിത, 4 തൃക്കൈകളുള്ള ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. ഈ 2 നാമങ്ങളുടെ അർത്ഥം അങ്ങനെയാണ്. അതെങ്ങനെ പറയണം? ഓം ഉദ്യദ്ഭാനു സഹസ്രാഭായൈ നമഃ. 3, 6, 10, 12 പ്രാവശ്യം പറയാം. ഓം ചതുർബാഹു സമന്വിതായൈ നമഃ. അതും അതേമാതിരി. ലളിതാ സഹസ്രനാമം 2 രീതിയിൽ പറയുന്ന പതിവുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 7 നാമങ്ങൾ പറയാം. ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ചിദഗ്നികുണ്ഡസംഭൂത, ദേവകാര്യസമുദ്യത, ഉദ്യദ്ഭാനു സഹസ്രാഭ, ചതുർബാഹു സമന്വിത, രാഗസ്വരൂപ പാഷാഢ്യ, ക്രോധാകാര, അങ്ങനെ ഒരു രീതി. ഇപ്പോൾ നമ്മൾ ഇതിൽ ഈ പ്രോഗ്രാമിൽ പറയുന്ന മാതിരി ഓം ചേർത്തി നമഃ ഒടുവിൽ കൊണ്ടുവന്ന് പറയുന്ന രീതി. ഇതിൻ്റെ കൂടെ ശിവശക്തൈക്യരൂപിണി പരബ്രഹ്മസ്വരൂപിണി ശ്രീ ലളിതാംബികാ ദേവ്യേ നമഃ. ഓരോ നാമത്തിൻ്റെ കൂടെയും ചേർത്തിയാൽ ദേവീനാമത്തിന് കുറച്ചുകൂടി അർത്ഥം ലഭിക്കും. നമ്മൾ കുറച്ചുകൂടി ദേവിയുമായിട്ട് അടുക്കുവാൻ സഹായിക്കുന്നതാണ് ഇത്. ഇത് പറയുന്നവർക്ക് പറയാം, പറയാത്തവർക്ക് വെറും ഓം ഉദ്യദ്ഭാനു സഹസ്രാഭായൈ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഉദ്യദ്ഭാനു സഹസ്രാഭായൈ നമഃ ശിവശക്തൈക്യരൂപിണി പരബ്രഹ്മസ്വരൂപിണി ശ്രീ ലളിതാംബികാ ദേവ്യൈ നമഃ ഇങ്ങനെ പറയാം. പിന്നെ ഓരോ നാമത്തിൻ്റെ കൂടെ ഗായത്രിയും ചേർക്കാം. ഉദാഹരണത്തിന് ഉദ്യദ്ഭാനു സഹസ്രാഭായൈ നമഃ ശിവശക്തൈക്യരൂപിണി പരബ്രഹ്മസ്വരൂപിണി ശ്രീ ലളിതാംബികാ ദേവ്യൈ നമഃ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അങ്ങനെ ഓരോ നാമങ്ങൾ. 1000 നാമങ്ങൾ ഒരു ദിവസം പറയണമെന്ന് ഒരു ഇതൊന്നുമില്ല, കണ്ടീഷനൊന്നുമില്ല. നമുക്ക് എത്രത്തോളം നാമങ്ങൾ പറയാൻ പറ്റുമോ അത്രത്തോളം നാമങ്ങൾ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മളുടെ മുഴുവൻ മനസ്സും അതിൽ ലയിപ്പിച്ചുകൊണ്ട് ഓരോ നാമങ്ങൾ കഴിഞ്ഞാലും 3 പ്രാവശ്യം 6 പ്രാവശ്യം പറഞ്ഞ് ഒരു ചെറിയ ഗ്യാപ്പ്, ഒരു 15 സെക്കൻഡ് ദേവിയെ ധ്യാനിച്ചുകൊണ്ട് അടുത്ത നാമം പറയാം. നിങ്ങൾ അറിയാതെ തന്നെ ദേവിയിൽ ലയിച്ചു പോകും. ഇതിൽ നിന്നും ലഭിക്കുന്ന അഭൂതപൂർവമായ ഫലങ്ങൾ ഒരു 41 ദിവസം ജപിച്ച് നിങ്ങൾക്ക് സ്വയം കണ്ടറിയാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം പറയാം. നമ്മൾ ഈ നാമങ്ങൾ പറയുമ്പോൾ ഒരു ഗ്ലാസ്സിലോ ഒരു ബോട്ടിലിലോ വെള്ളം കൊണ്ടുവന്ന് നമ്മൾ മന്ത്രം പറയുന്ന സ്ഥലത്ത് വെച്ച് അതിനെ കുടിക്കണം. നമ്മൾ പറയുന്ന മന്ത്രത്തിൻ്റെ സൗണ്ട് വൈബ്രേഷൻ ഈ വെള്ളം സ്വീകരിക്കും. അതപ്പോൾ എനർജറ്റിക് ആയിത്തീരും. വെള്ളം കുടിക്കുമ്പോൾ ഒരു കാര്യം പറയണം. ദിസ് വാട്ടർ ഈസ് ഫുള്ളി എനർജൈസ്ഡ് ബൈ റിസീവിങ് ദി സൗണ്ട് വൈബ്രേഷൻ ഓഫ് divine mantras. By drinking this water, I also become fully energetic, vibrant and divine. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ വെള്ളത്തെ കുടിച്ചാൽ നമ്മളുടെ ദേഹത്തിന് കൂടുതൽ ആരോഗ്യവും എല്ലാം നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക. ഇതിൽ കാണുന്ന മൊബൈൽ നമ്പറിലൂടെ ഞങ്ങളെ വിളിച്ചാൽ ഇതിലേതെങ്കിലും സംശയമുണ്ടെങ്കിൽ സംശയ നിവൃത്തി ചെയ്യാം. ഞങ്ങൾ ഈ ലളിതാ സഹസ്രനാമം വെച്ച് 6 മുതൽ 6:20 വരെ നിത്യം ഗൂഗിൾ മീറ്റിലൂടെ ധ്യാനം സെഷൻ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ മൊബൈലിലൂടെ ഞങ്ങളെ ബന്ധപ്പെട്ടാൽ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. ആ ധ്യാന സെഷനിലേക്ക് വന്നാൽ ദേവിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ സാധിക്കും. ഇതിൽ കൂടുതൽ ലയിച്ചു പോകുവാൻ സാധിക്കും. ലളിതാ സഹസ്രനാമം വളരെ
മഹത്തായ ബലവത്തായ നമുക്ക് ആനന്ദവും ഐശ്വര്യവും ആരോഗ്യവും ദീർഘായുസ്സും നൽകുന്ന ഒരു മന്ത്രമാണ്. എല്ലാവരും ജപിക്കണം. ഈ മെസ്സേജ് നിങ്ങളുടെ അറിയുന്ന എല്ലാവർക്കും ഈ മെസ്സേജ് എത്തിക്കുക. ഈ മന്ത്രത്തെ അവരെ കൊണ്ട് ജപിക്കുവാൻ പറയുക. എല്ലാവർക്കും നന്മകൾ വരട്ടെ. താങ്ക് യു ഓൾ.